നല്ലിടയനായ യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എന്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എന്റെ ആടുകളെ അന്വേഷിക്കും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സ്നേഹിക്കുന്നു. ആ സ്നേഹവാനായ ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥനകളും സമർപ്പണവും ഉണ്ടെങ്കിൽ അവിടുന്ന് നമ്മെ രക്ഷിക്കും. മാനസികവും ശാരീരികവുമായി നാം വിഷമിക്കുമ്പോൾ കർത്താവായ യേശു നമ്മുടെ ആശ്വാസദായകനായി കടന്നുവരും. വന്യമൃഗങ്ങളിൽ നിന്നും ആടിനെ രക്ഷിക്കുന്ന നല്ലിടനെ പോലെ തന്നെ സ്നേഹിക്കുന്നവരെ രക്ഷിക്കുവാൻ യേശുനാഥൻ എന്നും കൂടെയുണ്ടാകും. പാപത്തിന്റെ ഭീകരതയിൽ നിന്നും പിശാചിന്റെ ആധിപത്യത്തിൽ നിന്നും വഴിതെറ്റിപ്പോയവരെ രക്ഷിക്കുവാൻ, നേർവഴി കാണിക്കുവാൻ കർത്താവായ യേശു കൂടെയുണ്ടാകും. ഒരേ ആട്ടിൻകൂട്ടവും ഒരു ഇടയനുമായി നിൽക്കുന്നത് പോലെ തിരുവചനം പറയുന്നു, നമുക്കൊരു ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഏക ശരീരമാണ്. സ്നേഹമുള്ളവരെ, അതിരറ്റ കരുണ കാണിക്കുന്ന ഒരു നല്ലിടയൻ നമുക്കുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് പറയുന്നു, അനുസരിക്കുവാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. നമുക്ക് ആ കർത്താവിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലാം. നല്ലിടയനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ സകല ആവശ്യങ്ങളും സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഈ നിമിഷം നമുക്ക് മഹത്വപ്പെടുത്താം. കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. ഓ യേശുവേ, ആരാധന. എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. അങ്ങേക്കെന്നും ആരാധന, അങ്ങേക്ക് മഹത്വം. ആമേൻ, ഹല്ലേലൂയ. എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. നമുക്ക് പറയാം, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഇടപെടണമേ. ഓ യേശുവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ സകല ആവശ്യങ്ങളും സമർപ്പിക്കാം. ഇന്ന് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. നമുക്ക് പറയാം, കർത്താവേ, അങ്ങേക്ക് ആരാധന. പരിശുദ്ധാത്മാവേ, പുത്രനാമേശുവേ, പിതാവേ, ആരാധന. പരിശുദ്ധാത്മാവേ, പുത്രനാമേശുവേ, പിതാവേ, ആരാധന. ഓ യേശുവേ, ആരാധന. കർത്താവേ, ഞങ്ങളെ സമർപ്പിക്കും, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കും. ഓ യേശുവേ, എന്റെ കർത്താവേ, എന്റെ നല്ലിടയ, അങ്ങേക്കെന്നെന്നും ആരാധന.
ഓ എൻ്റെ യേശുവേ, പരിശുദ്ധ ത്രിത്വമേ, അങ്ങേക്ക് എന്നും ആരാധന. ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനായ കർത്താവായ യേശുവേ, എൻ്റെ അധരങ്ങൾ കൊണ്ട് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മേൽ കടന്നു വരണം, ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ കടന്നു വരണം ഈശോ. പരിശുദ്ധ ത്രിത്വമേ, ത്രിയേക ദൈവമേ, അങ്ങേക്കെന്നും ആരാധന. ഓ യേശുവേ, ആരാധന. പരിശുദ്ധ ത്രിത്വമേ, ത്രിയേക ദൈവമേ, അങ്ങേക്കെന്നും ആരാധന. യേശുവേ, ഓ ദൈവമേ, സ്തോത്രം. യേശുവേ, അങ്ങേക്ക് ആരാധന കർത്താവേ. എന്റെ കർത്താവേ, എന്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. എന്റെ കർത്താവേ, എന്റെ നല്ലിടയാ, അങ്ങേക്കെന്നെന്നും ആരാധന. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, മക്കളെ സമർപ്പിക്കുന്നു, ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു, ജോലി മേഖലകളെ സമർപ്പിക്കുന്നു, വരുമാന മാർഗത്തെ സമർപ്പിക്കുന്നു, ആത്മീയ മേഖലയെ സമർപ്പിക്കുന്നു. കർത്താവ് അങ്ങ് ഇടപെടണമേ. കടഭാരങ്ങളെ സമർപ്പിക്കുന്നു, രോഗാവസ്ഥയെ സമർപ്പിക്കുന്നു. അവിടെ നിന്ന് വിടുതലും സൗഖ്യവും നൽകണം. ഓ യേശുവേ, ആരാധന. കർത്താവായ യേശുവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് കേൾക്കുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.